തെരച്ചിൽ ഷാനവാസ് ക്യാമറ ഒന്ന് അങ്ങോട്ട് പാൻ ചെയ്തു. ഇവിടെ ഇപ്പോൾ തെരച്ചിൽ അല്പസമയത്തിനകം കുറച്ചുകൂടെ ദ്രുതഗതിയിലാകും. ആദ്യ സംഘം എത്തിയിട്ടേ ഉള്ളൂ. അവരവിടെ പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത രണ്ടാമത്തെ സംഘം ഇവിടെ തയ്യാറായി നിൽക്കുന്നു. അവരും ഈ വെള്ളാർമലയ്ക്ക് അപ്പുറത്തേക്കാണ് പോവുക. ഇതിനിടയിൽ മോത്തി നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരാളെ പരിചയപ്പെടേണ്ടതുണ്ട്. കാരണം ഈ സംഘമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നിടത്ത് ഇവർ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബെൽജിയൻ ഡോഗാണ് മായ. ഇവിടെ ഇന്നലെ 6 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. നല്ലൊരു സ്നിഫർ ഡോഗാണ്. ഒപ്പം തന്നെ മിലിറ്ററിയുടെ ജാക്കി എന്ന ഡോഗുണ്ട്. അത് സെർച്ച് ഡോഗാണ്. നമ്മുടെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ 23 മറാത്ത ബറ്റാലിയൻ്റെ കൂട്ടത്തിലേക്കാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അവരുടെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അവരുടെ പ്ലാൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ്. ഇവളെങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്? ഇവള് ശരിക്കും പറഞ്ഞാൽ അവള് ഇതിനു വേണ്ടി മാത്രം ട്രെയിൻ ചെയ്തതാണ്. ഡെഡ് ബോഡിയുടെ സ്മെല്ല്, ബ്ലഡ്, പല്ല്, ചീഞ്ഞ പല്ല്, അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഡെഡ് ബോഡിയുടെ സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് മനുഷ്യ ശരീരം എടുത്ത് സ്മെല്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കെമിക്കൽസാണ് യൂസ് ചെയ്യുന്നത്. സ്യൂഡോസിന് നമുക്ക് ലഭിക്കും. നമ്മുടെ ട്രെയിനിങ് സെൻ്റർ ഉണ്ട് തൃശ്ശൂർ കപ്പയിൽ. SDTS നമുക്ക് സ്യൂഡോസിൻ്റെ വെച്ച് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. കെഡാവർ ഡോഗാണ്. കെഡാവറിന് വേണ്ടി മാത്രമുള്ളതാണ്. ഡെഡ് ബോഡീസ് മാത്രം സെർച്ച് ചെയ്യുമോ. ഈ ചതുപ്പിലും മറ്റിടങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനത്തെ അവർക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലുള്ള ഇറങ്ങും. ഇന്നലെയാണെങ്കിലും അതെന്ന് പറഞ്ഞാൽ ഇത് മൊത്തം നമ്മൾ ഇന്നലെ കവർ ചെയ്ത് കൊടുത്തു. ആ മരങ്ങൾ അതൊന്നും ആൾക്കൊരു വിഷയം. അവിടെ മുഴുവൻ കവർ ചെയ്തു. അവിടെ ഫുള്ള് നമ്മൾ കവർ ചെയ്തു. നമ്മൾ ഒരു 8 സ്ഥലം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നമുക്ക് 7 ബോഡിയും ഒരു കാലും കിട്ടിയിട്ടുണ്ട്. ഒരു 7 ബോഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്നലത്തെ വർക്ക്. പ്രതികൂല കാലാവസ്ഥയാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ പറ്റും. പ്രതികൂല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ആൾക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒന്ന് ഷിവറിങ് ഉണ്ടായി, ചെറിയൊരു തണുപ്പ് വന്നിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ മഴ വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ കുട എടുത്ത് നമ്മൾ മാറ്റും. കാരണം അവിടെ നിർത്താൻ പറ്റില്ല. നമ്മുടെ കേരള ടീമിൻ്റെ എത്ര ഡോഗ്സ് എത്തിയിട്ടുണ്ട്? കേരള ടീമിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് മൊത്തം 3 ഡോഗുണ്ട്. 2 കടാവറും ഉണ്ട്, ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഉണ്ട്. പിന്നെ മലപ്പുറത്ത് ഒരു കടാവർ ഡോഗ് ഓൾറെഡി അവിടെ ഹാൾട്ടുണ്ട്. കാരണം അവിടെ നിലമ്പൂര് ആ ഏരിയയിൽ പുഴയുടെ സൈഡിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് അവിടെ ഏഞ്ചൽ എന്ന് പറഞ്ഞ ഇടുക്കിയുടെ ഒരു ഡോഗിന് അങ്ങോട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ 3 കടാവർ ഡോഗാണ് കേരള പോലീസിനുള്ളത് നിലവിൽ. അപ്പോൾ മൊത്തം 4 ഡോഗ് ഇപ്പോൾ ഫീൽഡിലുണ്ട്. ഇവരുടെ സേവനമാണ് നമ്മളെ ഇപ്പോൾ സഹായകരമായി നിൽക്കുന്നത് അല്ലേ? അതെ, ഇവരുടെ സേവനം നമുക്ക് വളരെയധികം ഉപകാരമാണ്. കാരണം നമ്മൾ ഇപ്പോൾ അവരോട് ആർമിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം അവർ തന്നെ ഇന്നലെ ഭയങ്കര ഹാപ്പിയാണ്. CO സാറൊക്കെ നമുക്ക് വളരെയധികം കൺഗ്രാറ്റ്സും എല്ലാം തന്നിട്ടാണ് പോയി. നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലങ്ങളൊന്നും പോയില്ല, ഒന്നും വേസ്റ്റ് ആയില്ല എന്നുള്ള രീതിയിലാണ് സാർ പറഞ്ഞത്. വൈഡ് ഏരിയ നമ്മൾ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ആ സ്പോട്ടിൽ നിന്ന് നമുക്ക് ബോഡി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത്രയും അപ്രീഷിയേറ്റ് ചെയ്തു. വർക്ക് അത്ര നല്ല വർക്കായിരുന്നു പറഞ്ഞത്. തീർച്ചയായിട്ടും മോത്തി. കാരണം ഈ പരന്നു കിടക്കുന്ന ഈ ഒരു ദുരിത മേഖലയിൽ മായ പോലെയുള്ള നല്ല ഡോഗ്സ്, അതിൻ്റെ സേവനം വളരെയധികം ഉപകാരമാണ്. നേരത്തെ അനന്തകൃഷ്ണനോട് മോത്തി ചോദിക്കുന്നത് ഞാൻ കേട്ടിരുന്നു, എത്ര കെഡാവർ ഡോഗ്സ്? അതിനുള്ള മറുപടി കൂടിയാണിത്. കാരണം കേരള സംഘത്തിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള മിലിറ്ററിയുടെയും ഒപ്പം നമ്മുടെ കേരള ടീമിൻ്റെയും ഡോഗ്സുകളാണ് ഇവിടെ മൃതദേഹം കണ്ടെത്തുന്നതിൽ ഏറ്റവും സഹായകരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ നമുക്കറിയാം, ഈ മരങ്ങളെല്ലാം ഒന്ന് അടിഞ്ഞിട്ട് അതിൻ്റെ മരങ്ങൾ ചെളിയുമായി ചേർന്നിട്ടുള്ള ദുർഗന്ധമുണ്ട്. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളും മനുഷ്യ ശരീരങ്ങളും അഴുകുന്നതിൻ്റെ ദുർഗന്ധമുണ്ട്. ഇതിനെല്ലാം ഇടയിൽ നിന്ന് കൃത്യമായിട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഏറെ സഹായകരമായി നിൽക്കുന്നത് ഈ ഡോഗ്സാണ്. അതിൻ്റെ സേവനം കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു പ്രദേശം മുഴുവൻ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവിടെ ഏത് രീതിയിൽ അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ആശങ്കയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഈ മിലിറ്ററി ടീമിനും അതോടൊപ്പം തന്നെ സെർച്ച് ടീമിനും ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലാണ് ഈ ഡോഗ്സിനെ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം, വലിയ മരത്തടികൾ വന്ന് കിടക്കുകയാണ്. ഇവിടെ നിന്നാണ് 2 ദിവസം മുമ്പ് മാതൃഭൂമി ന്യൂസ് സംഘം ഈ പ്രദേശത്ത് കൂടുതൽ ടീം എത്തണമെന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതേ തുടർന്നായിരുന്നു പുതിയ സംഘങ്ങൾ എത്തിക്കൊണ്ടിരുന്നത്. ഇന്നും മിലിറ്ററി ഈ മേഖലയിലേക്കാണ്. ഇവിടെ മഴ രാവിലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതികൂല സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നമ്മളെയും ഇവർ ഇറക്കുന്നില്ല. കാരണം ഈ ഒരവസ്ഥയിൽ ഇവിടെ നിന്ന് നിൽക്കുവാൻ സാധിക്കില്ല. കാരണം അതുപോലെ ചെളിയായതിനാൽ വളരെയധികം ബുദ്ധിമുട്ടിയാണ് നമുക്കിവിടേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കുക. ഇതിനിടയിൽ നിന്നും ഇനിയുള്ള ദിവസങ്ങളിലും തെരച്ചിൽ തുടരുമെന്നാണ് മിലിറ്ററിയുടെ സംഘവും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘങ്ങളും അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും 20 ടീമുകൾ 6 സംഘങ്ങളും 6 മേഖലകളിലായിട്ട് ഇറങ്ങി പരിശോധന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മൃതദേഹങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കുവാൻ വേണ്ടി ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നുണ്ടാകും.